ഹലോ ഓൾ, എല്ലാവർക്കും iPlusൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു എക്സാം എപ്പോഴത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി നമ്മുടെ മുന്നിൽ ധാരാളം സമയമുണ്ടല്ലേ, കുറേ സമയം കൂടിയുണ്ട് പഠിക്കാനും കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ നമ്മുടെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാമല്ലേ, അവിടെ ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അങ്ങനെ മാത്തമാറ്റിക്സ് ഉണ്ട്, അങ്ങനെ കുറേ സബ്ജക്റ്റുകളുണ്ടല്ലേ. എല്ലാം +1 +2 ബേസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ നമ്മൾ ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ 15 മാർക്കിനാണ് ബയോളജിയിൽ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് അല്ലേ. 15 ടോപ്പിക്കോളം ഉണ്ട്. 15 മാർക്സും എവിടെയുണ്ട്? ബയോളജിയിൽ നിന്നുണ്ട്. പ്യുവർലി +1 +2 അല്ലെ ഹയർ സെക്കൻഡറി സിലബസിനെ മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു എക്സാമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ബോട്ടണിയും ഉണ്ട്, സുവോളജി ഉണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ ബോട്ടണിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും ഇതിൽ നിന്ന്? ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അതുവഴി നമുക്ക് ആ ഏരിയാസ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാനും അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാനും നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. പൈനീർ സ്പീഷീസ് ഇൻ പ്രൈമറി സക്സഷൻ ഓൺ റോക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ സിലബസിൽ നമുക്ക് ബയോളജിയിൽ ഒരു 15ഓളം ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് ഭാഗത്തു നിന്നായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം +2 ചാപ്റ്ററാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ. ആ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് പ്രീവിയസ് ഇയറിൽ ഓൾറെഡി PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. പൈനീർ സ്പീഷീസ് ഇൻ പ്രൈമറി സക്സഷൻ ഓൺ റോക്സ്. ഓപ്ഷൻ എ എന്താണ്? ഫഞ്ചൈ. ഓപ്ഷൻ ബി ലൈക്കൺ. ഓപ്ഷൻ സി ഫൈറ്റോപ്ലാങ്ക്ടൺ. ഓപ്ഷൻ ഡി ഗ്രാസ്. അപ്പോൾ ഇതിനാദ്യം ആൻസർ നമുക്ക് കണ്ടെത്തണമല്ലേ. അപ്പോൾ ഇതിനൊരു ആൻസർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആദ്യം എന്താണ് സക്സഷൻ എന്നറിയണം അല്ലേ. സക്സഷൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനും സാധിക്കില്ല, ആൻസർ ചെയ്യാനും സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സക്സഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോകണം? എന്താണ് പ്രൈമറി സക്സഷൻ? അപ്പോൾ സക്സഷൻ ഓൾറെഡി മനസ്സിലാക്കണം. ഇനി അതിൽ തന്നെ എന്തുണ്ട്? പ്രൈമറി സക്സഷൻ ഉണ്ട്. അതിനുശേഷം എന്താണ് പൈനീർ സ്പീഷീസ് അല്ലേ. എന്താണ് പൈനീർ സ്പീഷീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഇത് ഏത് പോർഷനിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിലബസിൽ ഒരു പോർഷൻ ഉണ്ടല്ലേ, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇപ്പോൾ നമുക്ക് സക്സഷൻ അറിയില്ല, അല്ലെങ്കിൽ പ്രൈമറി സക്സഷൻ അറിയില്ല, പൈനീർ സ്പീഷീസ് അറിയില്ല, ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം അല്ലേ. എങ്ങനെ? എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സക്സഷൻ ഓൺ റോക്കാണ്. അപ്പം റോക്കിൽ സക്സഷൻ നടക്കുമ്പോൾ പൈനീർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ്, അവിടെ ആദ്യം ഫോം ചെയ്യുന്ന സ്പീഷീസ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി കാണാം അല്ലേ, ഫൈറ്റോപ്ലാങ്ക്ടൺ. നമുക്കറിയാം ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ എവിടെയാണ്? വാട്ടറിലാണല്ലേ. മറൈൻ അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോക്കിലെയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈറ്റോപ്ലാങ്ക്ടൺ അല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. പിന്നെ നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഫഞ്ചൈ, ലൈക്കൺ ആൻഡ് ഗ്രാസസ്. ഇങ്ങനെയൊരു 3 ഓപ്ഷൻ നമുക്ക് ചുറ്റുമുണ്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലൈക്കൺ ആണല്ലേ. ഓപ്ഷൻ ബി ലൈക്കൺ ആണ്. എന്ത്? പൈനീർ സ്പീഷീസ് ഇൻ പ്രൈമറി സക്സഷൻ ഓൺ റോക്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈക്കൺസ് ആണ് അല്ലേ. അപ്പം നമുക്കിത് എങ്ങനെ വന്നു എന്നറിയണ്ടേ, അല്ലെങ്കിൽ എന്താണ് സക്സഷനും കാറ്റും മനസ്സിലാക്കണ്ടേ. അപ്പം നമുക്കത് നോക്കാം. സോ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ലൈക്കൺ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സക്സഷൻ എന്നാണ് അല്ലേ.
സക്സഷൻ എന്താണ്? സക്സഷൻ ഈസ് എ സീരീസ് ഓഫ് ചേഞ്ചസ് അല്ലേ, കുറേയേറെ ചേഞ്ചസ്, ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് എവിടെയൊക്കെ അറിയും? ഒരു എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ വർഷങ്ങളോളം എടുത്ത് അല്ലെങ്കിൽ ഒരു ഓവർ എ ടൈമിൽ ഉണ്ടാകുന്ന സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ്, അതായത് ഒരു ഇൻഹാബിറ്റ് ഏരിയ ആയിരിക്കും അല്ലേ, ഒരു ഇൻഹാബിറ്റ് ആയിട്ടുള്ള ഏരിയ, അവിടെ ഒന്നുമില്ല, ഒരു ലൈഫ് ഫോംസും ഇല്ല അല്ലേ, പ്ലാന്റ്സും ഇല്ല, ആനിമൽസും ഇല്ല, അല്ലെങ്കിൽ ഒരു ലൈഫ് ഫോംസും ഇല്ലാത്തൊരു ഇൻഹാബിറ്റ് ആയിട്ടുള്ള ഏരിയ. ആ ഏരിയയിലേക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്ന സ്പീഷീസിനെയാണ് നമ്മൾ പൈനീർ സ്പീഷീസ് എന്ന് പറയുന്നതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ സ്പീഷീസ് ഏതൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ മോസസ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്കൻസ് ആയിരിക്കും. നമ്മുടെ ഓപ്ഷനിൽ മോസസ് ഇല്ലായിരുന്നു, ലൈക്കൻസ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്തു? ലൈക്കൻസിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താണ് സക്സഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് അല്ലേ, കുറേ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നു. എവിടെ? നമ്മുടെ ഒരു എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഓവർ എ ടൈം. അതിനെയാണ് നമുക്ക് സക്സഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സക്സഷൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഹാബിറ്റ് ഏരിയ ആണ്, അവിടെ ഒന്നുമില്ല. സോ അവിടെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ പൈനീർ സ്പീഷീസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ആയിരിക്കും? ഒന്നെങ്കിൽ ലൈക്കൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മോസസ് ആയിരിക്കും അല്ലേ. ഇതെന്ത് ചെയ്യും? വിച്ച് മേക്ക് സ്യൂട്ടബിൾ ഏരിയ അല്ലേ, അവ എന്ത് ചെയ്യുന്നു? സ്യൂട്ടബിൾ ഏരിയ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ലാർജർ സ്പീഷീസ് ആയിട്ടുള്ള ഗ്രാസിനും ഷേർബ്സിനും ട്രീസിനും ഒക്കെയുള്ള ഗ്രോത്തിന് വേണ്ടിയുള്ളൊരു കറക്റ്റായിട്ടുള്ള മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പം ഇവരായിരിക്കും. അപ്പം ഇതാണ് എക്കോളജിക്കൽ സക്സഷൻ അല്ലേ. ക്ലിയർ ആയില്ലേ? സോ ഇനി നമ്മൾ പറഞ്ഞു, ഈ എക്കോളജിക്കൽ സക്സഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ഒന്നുമില്ലാത്തൊരു ഇൻഹബിറ്റ് ഏരിയ അല്ലേ, ആ ഇൻഹബിറ്റ് ഏരിയയിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പൈനിയർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് ഫോം ചെയ്ത്, നമുക്കറിയാം സിനിമയ്ക്കൊക്കെ ക്ലൈമാക്സ് ഉണ്ടല്ലേ. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കഥ അവസാനിക്കുകയാണ് അല്ലേ, അവസാനത്തിലെത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ലാസ്റ്റ് ഫോം ചെയ്യുന്ന ആൾക്കാരല്ലേ, ലാസ്റ്റായിട്ട് സ്റ്റേബിൾ ഫോം ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് എന്ത്? പൈനിയർ കമ്മ്യൂണിറ്റി. ലാസ്റ്റ് ഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പൈനിയർ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെയാണോ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തത്? അല്ല. ഇപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ നേരെ ക്ലൈമാക്സിലേക്കാണോ പോകുന്നത്? അല്ല. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റോറി ഡെവലപ്പായി എവിടെ എത്തണം? ക്ലൈമാക്സിലെത്തണം. അതുപോലെ തന്നെ പൈനിയർ കമ്മ്യൂണിറ്റിയിലേക്കും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്കും ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലേ, സെറൈ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കും അല്ലേ. ഇവർക്ക് രണ്ടിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറൈ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ സക്സഷൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി. ഫസ്റ്റ് ഫോം ചെയ്യുന്നത് പൈനിയർ കമ്മ്യൂണിറ്റീസ്, ലാസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഇവർക്ക് രണ്ടിനും ഇടയിലുള്ള ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെറൈ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കാം അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നല്ലേ, പ്രൈമറി സക്സഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സക്സഷൻ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി സക്സഷനുമുണ്ട്, സെക്കൻഡറി സക്സഷനുമുണ്ട്. അപ്പോൾ പ്രൈമറി സക്സഷൻ എന്താണെന്ന് നോക്കാം. പ്രൈമറി സക്സഷൻ സ്റ്റാർട്ട് വിത്ത് ഫ്രം ദ പ്രിമിറ്റീവ് സബ്സ്ട്രേറ്റം വേർ ദർ നോ പ്രീവിയസ്ലി എനി സോർട്ട് ഓഫ് ലിവിങ് മാറ്റർ. അതായത് ഒരു ലിവിങ് മാറ്ററും ഇല്ലല്ലേ, ഒരു ഇൻഹബിറ്റ് ആയിട്ടുള്ള ഏരിയ, അവിടെ ഒരു ലിവിങ് മാറ്ററും ഇല്ല. അവിടെ എന്തുണ്ടാവുന്നതാണ്? ന്യൂ ലൈഫ് ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലാത്തടത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതിന് ഓവർ എ ടൈം, ഒരുപാട് ടൈം എടുക്കും അല്ലെ, ഇയേഴ്സോളം എടുക്കും, ഒരുപാട് വർഷങ്ങളോളം എടുക്കും. അതാണ് പ്രൈമറി സക്സഷൻ. ഇനി സെക്കൻഡറി സക്സഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, വിച്ച് സ്റ്റാർട്ട് ഫ്രം പ്രീവിയസ്ലി ബിൽഡപ്പ് സബ്സ്ട്രേറ്റ് അല്ലേ, ഓൾറെഡി എക്സിസ്റ്റ് ആയിരുന്നു ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നു അല്ലേ, അവിടെ അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്തു അല്ലെ, നശിച്ചു പോയി. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് എന്ത് സംഭവിച്ചു? ഒരു ഫോറസ്റ്റ് ഫയർ വന്നിട്ട് ഫോറസ്റ്റ് മുഴുവനായിട്ടും ഡിസ്ട്രോയ് ചെയ്തു പോയി. അപ്പം ആ ഒരു ഏരിയയിൽ വീണ്ടും പുതിയതായിട്ട്, അതായത് പ്രീവിയസ്ലി ബിൽഡപ്പ് ചെയ്ത ഒരിടത്ത് എന്ത് ഫോം ചെയ്യുന്നു? അവിടെ ഓൾറെഡി ലൈഫ് എക്സിസ്റ്റ് ആയിരുന്നു, അവിടെ വീണ്ടും
സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ലൈഫ് ഫോംസ് അവിടെ ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയല്ലേ, നശിച്ചു പോയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, ആ ഫോറസ്റ്റ് എന്ത് ചെയ്തിരുന്നു, ആ ഒരു ഫോറസ്റ്റ് ഫയറിൽ ഡിസ്ട്രോയ് ചെയ്തു പോയി അല്ലേ, കംപ്ലീറ്റ്ലി നശിച്ചു പോയി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, അത് ചേഞ്ചസ് സംഭവിച്ചിട്ട് ന്യൂ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചൊന്ന് പോയി നോക്കിയേ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടല്ലേ എല്ലാ സംഭവങ്ങളും. പോയിനിയർ സ്പീഷീസ് ഇൻ പ്രൈമറി സക്സഷൻ ഓൺ റോക്ക്. ഇപ്പം നമുക്ക് എല്ലാ ടേംസും അറിയാമല്ലേ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് പ്രൈമറി സക്സഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഫസ്റ്റായിട്ട് അതായത് ഒരു ഇൻഹാബിറ്റ് ഏരിയയിൽ വെയർ നോ ലിവിങ് ഫോം എക്സിസ്റ്റ്, ഒരു ലിവിങ് ഫോമും പ്രീവിയസ്ലി എക്സിസ്റ്റ് അല്ലാത്ത ഒരു ഏരിയയിൽ നടക്കുന്നതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രൈമറി സക്സഷന് എവിടെ നടക്കുന്നു, റോക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരു റോക്ക്, ഒരു കല്ല്, ആ കല്ലിൽ ഒരു ജീവജാലങ്ങളും ഇല്ല, അവിടെ ഫസ്റ്റായിട്ട് ഫോം ചെയ്യുന്ന പോയിനിയർ സ്പീഷീസ്. അപ്പോൾ പോയിനിയർ സ്പീഷീസ് എന്താ, ഫസ്റ്റ് ഫോംഡ് സ്പീഷീസ് അല്ലേ. ഈ പോയിനിയർ സ്പീഷീസ് ഏതെന്നാണ് ചോദ്യം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ലൈക്കൺ അല്ലേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൈക്കൺ ആണ്. ക്ലിയർ ആയോ? പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഈസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. സെൽസിനുള്ളിലെ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ഏത് സെൽ ഓർഗനൽസ് ആണെന്നാണ് അല്ലേ. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മുടെ സിലബസിലുണ്ടല്ലേ സെൽ ആൻഡ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെല്ല് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പം അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വിച്ച് ഈസ് നോൺ ആസ് ദ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. സെൽസിലെ സൂയിസൈഡൽ ബാഗ് ഏത് എന്ന്. നമ്മുടെ ഓപ്ഷൻസ് മൈറ്റോകോൺട്രിയ, റൈബോസോം, ലൈസോസോം, ഗോൾഗി അപ്പാരറ്റസ്. അപ്പം നമുക്കങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. ഏറ്റവും എളുപ്പം എന്താണ്, ഈ 4 പേരിൽ നിന്നും ഒരാളെ കണ്ടെത്തുന്നതിന് പകരം ആരാണ് അല്ലാത്തത് എന്ന് നോക്കിയിട്ട് അവരെ അങ്ങ് ഒഴിവാക്കി വിടുന്നതാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 2 പേരിൽ നിന്നും നമുക്ക് കറക്റ്റ് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, മൈറ്റോകോൺട്രിയ ആണല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ മൈറ്റോകോൺട്രിയ. അപ്പോൾ നമുക്കറിയാം മൈറ്റോകോൺട്രിയ ഒരിക്കലും നമ്മളെ സൂയിസൈഡൽ ബാഗ് എന്നല്ല വിളിക്കുന്നത്. കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, പവർ ഹൗസ് ഓഫ് ദ സെല്ല്. സെല്ലിലെ പവർ ഹൗസ് ആണ് എന്ത്, മൈറ്റോകോൺട്രിയ. അപ്പം മൈറ്റോകോൺട്രിയ അല്ല നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ടത് സൂയിസൈഡൽ ബാഗ് ആണല്ലേ. ഓക്കെ, ദെൻ റൈബോസോം. റൈബോസോം നമ്മൾക്കറിയാം അല്ലേ, എന്താണ്, പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയുള്ള സെൽ ഓർഗനൽസ് ആണ് എന്ത്, ഈ റൈബോസോം എന്ന് പറയുന്നത് അല്ലേ. 2 സബ് യൂണിറ്റുകളൊക്കെ ആയിട്ടുള്ള റൈബോസോംസ് മെയിൻലി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് അവരുടെ എന്ത്, മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞ. അപ്പം അതും അല്ല അല്ലേ. ദെൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ലൈസോസൈമും ഗോൾഗി അപ്പാരറ്റസും. 2 ഓപ്ഷൻസ് ആണുള്ളതല്ലേ. അപ്പം അതിൽ നിന്നും കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഈ പ്രോട്ടീൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് അല്ലെ, പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെയൊക്കെ സെൽസിനുള്ളിൽ നിന്നും പുറത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ശേഷിക്കുന്ന ആളാണ് നമ്മുടെ ലൈസോസോം. അപ്പം നമ്മുടെ ലൈസോസോമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. സെൽ ഓർഗനൽസിൽ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ലൈസോസോം ആണല്ലേ. എന്തുകൊണ്ടാണെന്ന് നോക്കാം. അതിനും കാരണമുണ്ട്, വെറുതെ വിളിക്കുമോ, ഇല്ല അല്ലേ, കാരണമുണ്ട്. നോക്കാം. ലൈസോസൈം ആർ ദ സെല്ലുലാർ ഓർഗനൽസ് ദാറ്റ് കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലേ. ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലുലാർ ഓർഗനൽസിനെയാണ് നമ്മൾ ലൈസോസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എൻസൈംസിന് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. ദേ ബ്രേക്ക് ഡൗൺ വേസ്റ്റ് മെറ്റീരിയൽസ്, ഫോറിൻ മെറ്റീരിയൽസ് ആൻഡ് സെല്ലുലാർ ഡെബ്രിസ്. ഇതൊക്കെ അവർ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ലൈസോസൈമിൽ എന്തുണ്ട്, ദ കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലേ. കുറേ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യുമല്ലേ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെ, അതുപോലെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ, അതുപോലെ തന്നെ ഡെബ്രിസുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, അവർ റിമൂവ് ചെയ്യും. So lysosomes are capable of digesting nucleic acids, polysaccharides, fat and proteins. അപ്പോൾ ഇവയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, നമ്മുടെ ലൈസോസൈമിനുണ്ട്. എന്നാൽ ഇവർക്കൊരു കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. അതെന്താ, ചില സമയത്ത് ലൈസോസൈം ഓൾസോ ഡൈജസ്റ്റ് ഓർ ഡാമേജ് ഇറ്റ്സ് ഓൺ സെൽ. അവർ തിരിച്ചറിയില്ലല്ലേ, അവരുടെ തന്നെ സെൽസിനെ എന്ത് ചെയ്യും, ചിലപ്പോൾ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. അതുവഴി എന്ത് സംഭവിക്കും, ആ സെല്ല്
ഡെത്ത് ആവും അല്ലേ, ആ സെല്ല് മരിച്ചു പോകും. സോ ദിസ് പ്രോസസ്സ്, അങ്ങനെ അവരുടെ തന്നെ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സെയാണ് നമ്മൾ ഓട്ടോലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഓട്ടോലിസിസ് കാണപ്പെടുന്ന സെൽ ഓർഗൻ ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ലൈസോസൈം തന്നെയാണ് അല്ലേ, ലൈസോസോം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുവഴി എന്താണ്, അതുകൊണ്ടാണ് അതിനെ സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. സ്വന്തമായിട്ട് മരിക്കുന്നതിനാണ് നമ്മൾ സൂയിസൈഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ലൈസോസൈം എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഉള്ള ഡൈജസ്റ്റീവ് എൻസൈം എല്ലാത്തിനെയും ഡൈജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ സെൽസിനെ തന്നെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്ത് കളയും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെൽസിലെ സൂയിസൈഡൽ ബാഗ് ഏതെന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെൽ ആൻഡ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റായിട്ടുള്ള ആൻസർ ലൈസോസോമാണ് അല്ലേ. സോ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നെയിം ദ സ്റ്റേജ് ഓഫ് മിയോസിസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ്. നമുക്ക് മിയോസിസ് അല്ലെങ്കിൽ ഇതും എഗെയിൻ എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിൽ ആണ് എന്നാണ് അല്ലേ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, ഡിപ്ലോട്ടിൻ, പാക്കറ്റൈൻ അല്ലേ. ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രോസിംഗ് ഓവർ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ക്രോസിംഗ് ഓവർ നടക്കുന്ന എവിടെയായിരിക്കും? പാക്കറ്റീൻ സ്റ്റേജിലായിരിക്കും അല്ലേ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഓപ്ഷൻ ഡി പാക്കറ്റീൻ സ്റ്റേജിലാണ്. അപ്പം ബാക്കി സ്റ്റേജുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയണ്ടേ. ഇപ്പോൾ ഈ ഒരു എക്സാമിന് പാക്കറ്റീനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അടുത്തതിന് ചിലപ്പോൾ ലെപ്റ്റോട്ടിൻ ചോദിക്കാം അല്ലേ. അപ്പം നമുക്കറിയാമല്ലേ പ്രോഫേസ് 2 അല്ലെങ്കിൽ മിയോസിസിന് തന്നെ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അതിന് എത്ര ഫേസുകളുണ്ട് വീണ്ടും സബായിട്ട്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പം മിയോസിസ് 2-ന് ഫസ്റ്റ് ഫേസ് ഏതാണ്? പ്രോഫേസ് ആണല്ലേ, പ്രോഫേസ് 2. ഈ പ്രോഫേസ് 2 നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഏതൊക്കെയായിട്ട്? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, ഡിപ്ലോട്ടിൻ, പാക്കറ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതിനെ സബ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഏതിലാണ് ക്രോസിംഗ് ഓവർ ജനറ്റിക് മെറ്റീരിയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് നടക്കുന്നത് പാക്കറ്റൈൻ സ്റ്റേജിലാണല്ലേ. സോ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോട്ടിനാണ്. അപ്പോൾ ലെപ്റ്റോട്ടിനിൽ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ? ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ ക്രോമോസോംസ് ഡിസ്റ്റിങ്ക്റ്റ് ആവും അല്ലേ. ക്രോമോസോംസ് ഡിസ്റ്റിങ്ക്റ്റ് ആവുകയും ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രോമോസോംസ് നല്ല രീതിയിൽ വിസിബിൾ ആവുകയും ചെയ്യുന്നു. അപ്പോൾ സെൽ സൈക്കിളിൻ്റെ ഈ ഒരു സ്റ്റേജ്, അതായത് ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ക്രോമോസോംസ് വിസിബിൾ അല്ലേ, വിസിബിൾ ആവുന്നു. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ക്രോമോസോംസ് വിസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് സൈഗോട്ടിൻ. സൈഗോട്ടിനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമോസോംസ് പെയർ ചെയ്യും അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ആ പെയറിങ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് സിനാപ്സിസ് എന്ന് പറയും അല്ലേ. ക്രോമോസോംസ് പെയർ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് ലെപ്റ്റോട്ടിനാണ്. ലെപ്റ്റോട്ടിനിൽ ക്രോമോസോംസ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? വിസിബിൾ ആവും അല്ലേ. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വിസിബിൾ ആവുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അടുത്ത സ്റ്റേജ് സൈഗോട്ടിൻ. ഇവർ പെയർ ചെയ്തിട്ട് സിനാപ്സിസ് അല്ലേ, ഹോമോലോഗസ് ക്രോമോസോംസിൻ്റെ പെയറിങ്ങിനെയാണ് സിനാപ്സിസ് ഒക്കർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റേജാണ് പാക്കറ്റീൻ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ക്രോസിംഗ് ഓവർ നടത്തുന്നത് അല്ലെ. ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ പാക്കറ്റൈൻ സ്റ്റേജിൽ വെച്ചിട്ടാണ് അല്ലേ. ഇനി നമുക്കൊരു സ്റ്റേജ് കൂടിയുണ്ട്. എന്താണ്? ഡിപ്ലോട്ടിൻ അല്ലേ. ഡിപ്ലോട്ടിനിൽ എന്ത് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഡൻസി ടു സെപ്പറേഷൻ ഓഫ് ബൈവാലൻ്റ്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റേജല്ലേ, അതായത് സൈഗോട്ടിൻ സ്റ്റേജ്. ഈ സൈഗോട്ടിൻ സ്റ്റേജിൽ ക്രോമോസോംസ് പെയർ ചെയ്യും അല്ലേ. പെയർ ചെയ്തിട്ട് സിനാപ്സിസ് ഒക്കർ ചെയ്യുകയും അതുപോലെ തന്നെ എ പെയർ ഓഫ് സിനാപ്സിഡ് അല്ലെങ്കിൽ പെയർ ചെയ്തപ്പോൾ എന്താണ് അതിനെ വിളിക്കുന്നത്? ബൈവാലൻ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ക്രോമോസോംസ് പെയർ ചെയ്തിട്ട് സിനാപ്സിസ് ഒക്കർ ചെയ്യും. ഈ സിനാപ്സിസ് അല്ലെങ്കിൽ ഈ പെയർ ചെയ്ത ക്രോമോസോംസിനെ നമുക്ക് ബൈവാലൻ്റ് എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റേജായിട്ടുള്ള ഈ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ ഈ ബൈവാലൻ്റിൻ്റെ സെപ്പറേഷനാണ് അല്ലേ. എക്സെപ്റ്റ് ഒരു ഭാഗത്തൊഴികെ, എവിടെ? ക്രോസിംഗ് ഓവർ നടക്കുന്ന ഭാഗത്തൊഴികെ ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതാണ് ഡിപ്ലോട്ടിൻ എന്ന് പറയുന്നത്. അങ്ങനെ ദ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലേ. സെപ്പറേറ്റ് ചെയ്തിട്ട് എക്സ് ഷേപ്ഡ് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ ചിയാസ്മീറ്റ എന്ന് വിളിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് അല്ലേ. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതായിരുന്നു? സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. അപ്പം ക്രോസിംഗ് ഓവർ നടക്കുന്ന എവിടെയെന്നാണ് നമ്മളോട് ചോദിച്ചത്? അത് പാക്കറ്റിനാണ്. ഇനി നിങ്ങളോട് നെക്സ്റ്റ് ചോദിക്കുകയാണ് എവിടെയാണ് ക്രോമോസോംസ് വിസിബിൾ ആവുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ് അല്ലേ. ഇനി സിനാപ്സിസ് ഒക്കർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈഗോട്ടിനിലാണ് അല്ലേ. ഇനി ചിയാസ്മേറ്റ ഫോം ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ അല്ലേ. ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
സോ ക്വസ്റ്റ്യൻ നമ്പർ 4, ക്ലിനിഫർട്ടർ സിൻഡ്രം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അല്ലെ ഇതിപ്പം ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ ജനറ്റിക്സ്, അല്ലെ നമ്മുടെ സിലബസ് നോക്കി അറിയാം ജനറ്റിക്സ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ജനറ്റിക്സ് 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. +2 പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും. അത് ഈ 2 ചാപ്റ്ററാണല്ലേ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ക്ലിനിഫർട്ടർ സിൻഡ്രം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ കുറേയേറെ സിംറ്റംസ് പഠിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെ സിംറ്റംസാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് ലിങ്ക്ഡ് ഡിസീസുകളും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തും പഠിക്കുന്നുണ്ട്, ഓട്ടോസോമൽ റെസസീവ് ഡിസീസുകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്സ് ലിങ്ക്ഡ് ആയിട്ട് സിക്കിൾ സെൽ അനീമിയ, സെക്സ് ലിങ്ക്ഡിനകത്ത് സിക്കിൾ സെൽ അനീമിയ അല്ല വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്, കളർ ബ്ലൈൻഡ്നെസ്സും ഹീമോഫിലിയയുമാണ് വരുന്നത്. ഇനി ഓട്ടോസോമൽ റെസസീവ് ഡിസീസിൽ ഫിനൈൽ കീറ്റോണൂറിയയും സിക്കിൾ സെൽ അനീമിയയും തലാസീമിയയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ദെൻ ക്രോമോസോമൽ ഡിസോർഡർ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ. ക്രോമോസോമൽ ഡിസോർഡർ എന്താണ്, ക്രോമോസോം, നമ്മളെല്ലാവരിലും എത്ര ക്രോമോസോംസ് ഉണ്ട്, നമ്മളെല്ലാവരിലും ഏകദേശം 46 ക്രോമോസോം, ഏകദേശമല്ല ആക്യുറേറ്റ് ആയിട്ട് 46 ക്രോമോസോംസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ക്രോമോസോംസ് നമ്പറിൽ ഒന്ന് കൂടുകയോ അല്ലെങ്കിൽ ഒന്ന് കുറയുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന കുറേയേറെ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനെയാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്രോമോസോമൽ ഡിസോർഡറിൽ ഒന്നാണ് എന്ത്, ക്ലിനിഫർട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് 2 കൂടെ പഠിക്കാനുണ്ട്, ഡൗൺ സിൻഡ്രോവും ടേർണർ സിൻഡ്രോം. അപ്പം നമ്മളോട് വെച്ചിരിക്കുന്നത് എന്താണ്, ക്ലിനിഫർട്ടർ സിൻഡ്രോംസിനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന ഇതിലേതാണെന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്കിത് ഈ ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. ഓപ്ഷൻ ബി. എന്തുകൊണ്ടാണ്, നമ്മുടെ ബോഡിയിൽ എന്താണുള്ളത്, 44 ആണല്ലേ, 44 പെയർ ഓഫ് എന്താണുള്ളത്, ക്രോമോസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസും ബാക്കി 2 എന്തായിരിക്കും, സെക്സ് ക്രോമോസോംസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്കങ്ങ് റിമൂവ് ചെയ്ത് കളയാം അല്ലേ. പിന്നുള്ളത് നമ്മുടെ 3 ഓപ്ഷൻസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലിനിഫർട്ടർ സിൻഡ്രോം എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് ക്ലിനിഫർട്ടർ സിൻഡ്രോം? നോർമലി മെയിലിൽ എന്താണ് XY എന്നാണ് മെയിലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു അഡീഷൻ ഓഫ് എക്സ് ക്രോമോസോം, ഒരു എക്സ് ക്രോമോസോം കൂടി ആഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ക്ലിനിഫർട്ടർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ക്രോമോസോമായി, 47 ആയി അല്ലേ. XY എന്നെഴുതുന്ന മെയിലിലേക്ക് ഒരു എക്സ് ക്രോമോസോം, ഒരു ഫിമെയിൽ എക്സ് ക്രോമോസോമും കൂടി ആഡ് ചെയ്ത് വരുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്ലിനിഫർട്ടർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് ഏതായിരിക്കും ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ ഡിയിലാണല്ലേ നമുക്ക് ആ ഒരു ഫോർമാറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്തായിരുന്നു ക്ലിനിഫർട്ടർ സിൻഡ്രോം? ക്ലിനിഫർട്ടർ സിൻഡ്രോം ഒരു ക്രോമോസോമൽ ഡിസോർഡർ ആണ് അല്ലേ. ക്രോമോസോമിൻ്റെ എണ്ണം ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഡിസീസ്. അപ്പോൾ ക്ലിനിഫർട്ടർ സിൻഡ്രത്തിലേക്ക് വരുമ്പോൾ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് XY ഉണ്ടാണ് അല്ലേ. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ മെയിൽ XY ആണ്. സോ ഈ XYയിലേക്ക് ഒരു എക്സ് ക്രോമോസോം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോംസ് എന്താവുന്നു, 47 ആവുന്നതാണ് ക്ലിനിഫർട്ടർ സിൻഡ്രോം. അവരുടെ എന്താണ് സിംറ്റംസ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. അവർക്ക് കുറച്ചുകൂടി എന്തായിരിക്കും, ഫെമിലിനിയൻ ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും അല്ലേ. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് പോലെയൊക്കെയുള്ള ഫെമിലിനിയൻ ക്യാരക്ടേഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. സോ ദെൻ അടുത്തതാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം അല്ലേ. ഡൗൺ സിൻഡ്രോത്തിലും നമുക്ക് എഗെയിൻ എത്ര ക്രോമോസോംസിനെ കാണാനായിട്ട് സാധിക്കും, 47 ക്രോമോസോംസിനെ കാണാനായിട്ട് ഡൗൺ സിൻഡ്രോത്തിലും സാധിക്കും. ഡൗൺ സിൻഡ്രോം ഒരു ക്രോമോസോമൽ ഡിസോർഡർ ആണ് കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് 47 ക്രോമോസോംസിനെ കാണാൻ പറ്റും. പക്ഷേ ഇത് എവിടെയാണ് കൂടുന്നത്, 21th ക്രോമോസോം അല്ലേ, ട്രൈസോമി ഓഫ് ദി 21. ഇങ്ങനെയും ചോദിക്കാം കേട്ടോ, ട്രൈസോമി ഓഫ് ദി 21 ഏത് ഡിസീസാണെന്ന് ചോദിക്കാം അല്ലേ. അതാണ് ഡൗൺ സിൻഡ്രോം. 21ാമത്തെ ക്രോമോസോംസ് എപ്പോഴും എന്തായിരിക്കും, പെയറായിട്ടാണല്ലേ കാണപ്പെടുന്നത്. അതിൽ 21ാമത്തെ ക്രോമോസോംസിൽ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ, ട്രൈസോമി ആവുന്നു. അതുമൂലമാണ് എന്തുണ്ടാവുന്നത്, ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നത്. അവിടെയും എത്രയായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം, 47 ആയിരിക്കും. ഇനിയുള്ള ഒരെണ്ണമാണ് ടേർണർ സിൻഡ്രോം അല്ലേ. ടേർണർ സിൻഡ്രത്തിൽ നമുക്ക് 45 ഉള്ളൂ ക്രോമോസോം നമ്പർ. അതായത് ഫിമെയിലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, XX എന്നാണല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ XX ഈ ഒരു X ഇല്ല,
ഒരു എക്സ് ആബ്സെൻ്റ് ആണെന്ന് വെച്ചോ, ഈ ഒരു എക്സ് അങ്ങ് ആബ്സെൻ്റ് ആയിപ്പോയി. അപ്പോൾ ഒരെണ്ണം കുറഞ്ഞോ, 46 - 1 45 അല്ലേ. അപ്പോൾ 45 ക്രോമോസോംസ് ആയിരിക്കും എവിടെ കാണപ്പെടുന്നത്, ഫീമെയിൽസിൽ കാണപ്പെടുന്നത്. അതാണ് നമ്മൾ ടേർണർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരിലും എന്തായിരിക്കും, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ക്രോമോസോം ഡിസോർഡർ അല്ലെങ്കിൽ ക്ലിനിഫർട്ടർ സിൻഡ്രത്തിൻ്റെ കുറിച്ചായിരുന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ക്ലിനിഫർട്ടർ സിൻഡ്രത്തിലും ഡൗൺ സിൻഡ്രത്തിലും ക്രോമോസോം നമ്പർ എത്രയായിരിക്കും, 47 ആയിരിക്കും. അതിൽ ടേർണർ സിൻഡ്രത്തിൽ മാത്രം ഒരു എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആയിട്ട് ക്രോമോസോം നമ്പർ 45 ആവുന്നു. ഇത് മൂന്നുമാണ് നമ്മുടെ ഡിസീസുകൾ. അപ്പം നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ കോഡോൺ വിച്ച് ഇനിഷ്യേറ്റ് ദ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലേ. പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സിന്തസൈസിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോഡോൺ ഏത് എന്നാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് നോക്കാം. AUG, AUU, ACG, UAG, ഇങ്ങനെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, എന്താണ് കോഡോൺ എന്ന് മനസ്സിലാക്കണം അല്ലേ. കോഡോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ജനറ്റിക് കോഡോൺ, ഒരു ട്രിപ്ലറ്റ് ആയിരിക്കും അല്ലേ. അതായത് എപ്പോഴും നമ്മുടെ ഓപ്ഷൻസ് പോലെ തന്നെ 3 ആൾക്കാരായിരിക്കും ഒരുമിച്ചിരിക്കുന്നത്. ട്രിപ്ലറ്റ് കോഡോൺ ആണ്. അവ എന്തിനു വേണ്ടിയായിരിക്കും, ആ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി അല്ലേ. mRNAയിൽ കാണപ്പെടുന്ന ന്യൂക്ലിയോക് ആസിഡ്സ് ആണ് അല്ലേ അവ, അല്ലെങ്കിൽ നൈട്രജൻ ബേസസ് ആണ് അവ. അവ എന്തിന് കോഡ് ചെയ്യുന്നു, ആ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി കോഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ആ കോഡോൺസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എപ്പോഴും ട്രിപ്ലറ്റ് ആയിരിക്കും. അവ ഇങ്ങനെ തന്നെ ആയിരിക്കും എഴുതുന്നത് അല്ലേ. ഒരിക്കലും അവയ്ക്കിടയിൽ പങ്ക്ച്വേഷൻ, അതായത് കുത്തോ കോമയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യില്ല, കാണില്ല. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വിച്ച് ഇനിഷ്യേറ്റ് ദ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇനിഷ്യേറ്റ് ചെയ്യുകയാണല്ലേ, ഒരു പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോഡോണിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ആ സ്റ്റാർട്ട് കോഡോൺ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണല്ലേ, ഏതാണ് സ്റ്റാർട്ട് കോഡോൺ എന്ന്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതാണ് സ്റ്റാർട്ട് കോഡോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AUG, ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റാർട്ട് കോഡോൺ. അപ്പം ഓപ്ഷൻ A ആണ് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞത്. അപ്പം സ്റ്റാർട്ട് കോഡോൺ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, എന്താണ് സ്റ്റോപ്പ് കോഡോൺ എന്ന്. അപ്പം ഒരു പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിക് ആസിഡ്സിൻ്റെ സിന്തസിസിനെ അമിനോ ആസിഡിൻ്റെ സിന്തസിസിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോഡോണാണ് എന്ത്, സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ ഏതാണ്, AUG. ഈ AUG സ്റ്റാർട്ട് കോഡോൺ മാത്രമല്ല, അതിനൊരു 2 ഫംഗ്ഷൻ ഉണ്ട്. അതെന്തിനു വേണ്ടി കോഡ് ചെയ്യുന്നു, മെത്തിനോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിന് വേണ്ടിയും കോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ചോദിച്ചാലും ആൻസർ AUG ആണ്. എന്നാൽ ചില കോഡോൺസ് ഉണ്ടല്ലോ, അത് ഒരു അമിനോ ആസിഡിന് വേണ്ടിയും കോഡ് ചെയ്യുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റോപ്പ് കോഡോൺ എന്ന് വിളിക്കും. 3 പേരാണ് സ്റ്റോപ്പ് കോഡോൺ, UAA, UGA, UAG. അപ്പോൾ ഇവരാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് കോഡോണുമുണ്ട്, സ്റ്റോപ്പ് കോഡോണുണ്ട്. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ് സിന്തസിസിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡ്സിന് വേണ്ടിയും അവർ എന്ത് ചെയ്യുന്നില്ല, കോഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോയി നമുക്ക് നോക്കുമ്പം എന്ത് മനസ്സിലാവും, നെയിം ദ കോഡോൺ വിച്ച് ഇനിഷ്യേറ്റ് ദ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലേ. പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സിന്തസിസിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രോസസ്സ് ആയിക്കോട്ടെ, ആ പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോഡോണാണ് സ്റ്റാർട്ട് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ ഏതാണ്, AUG ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായി കാണുന്നത് വരെ താങ്ക് യു.